എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വരവരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ ഏകാന്ത ധ്യാനത്തിന് വേണ്ടിയിട്ട് കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടു മുമ്പാണ് അദ്ദേഹം ഗാന്ധിജിയെപ്പറ്റി ചില അബദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടാണ് നേരെ ഈ ഏകാന്ത ധ്യാനത്തിലോട്ട് വന്നത്. അപ്പം ഏകാന്ത ഒരു ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിയുടെ എല്ലാം ത്യജിച്ച ഒരു സന്യാസിയുടെ ഒരു അവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പം ആ ധ്യാനത്തിന് വരുമ്പോഴത്തേക്കും ഈ തപസ് ചെയ്യുന്ന ആൾ നല്ല പരിശുദ്ധനായിരിക്കണം. ഇപ്പം നമ്മളിപ്പോൾ പണ്ട് കേട്ടിട്ടുണ്ട്, ഈ മറ്റേ മാനുഷാദാന്ന് ഒരു മാമുനി വേടനെ ശപിക്കുന്നത്, അതായത് അരുതേ കാട്ടാള എന്ന് ക്രൗഞ്ച മിഥുനങ്ങളെ നോക്കി അമ്പെയ്ത വേടനെ നോക്കി നമ്മുടെ ഈ മഹർഷി പറഞ്ഞത് മാനുഷാദ എന്നാണ്, ഹരിതേ കാട്ടാളാന്ന്. ഈ ക്രൗഞ്ച മിഥുനങ്ങളെ എഴുതിയിരുന്നത്. അപ്പം അതേപോലെ ഇത് ഒരു വിധി വൈപരീത്യം എന്ന് പറയട്ടെ, ഈ മഹർഷിയുടെയൊക്കെ നമ്മളിപ്പോൾ പറയേണ്ട അവസ്ഥയാണ് മാനുഷാദ എന്ന്. അതായത് തപസ് ചെയ്യുന്ന മോഡിയോടൊക്കെ നമ്മൾ ഭാരതീയർ പറയുകയാണ് മാനുഷാദ എന്ന്. ഭാരതീയർ മാത്രമല്ല, ലോകത്തുള്ള മനസാക്ഷിയുള്ള എല്ലാവരും പറയുകയാണ് മാനുഷാദ എന്ന്. അതായത് ഗാന്ധിജിയെ ഹിംസിച്ചത് നിങ്ങൾക്ക് മതിയായില്ലേ, അത് അരുതേ കാട്ടാളാന്ന് ഈ മനുഷ്യകുലത്തിൽപ്പെട്ട എല്ലാവരും നമ്മുടെ പ്രധാനമന്ത്രിയോട് പറയുന്ന ഒരവസ്ഥയാണ്. അതേപ്പറ്റിയാണ് ഇന്നത്തെ കാർട്ടൂൺ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് കാർട്ടൂണിന്റെ റഫ്. ഇതാണ് നമ്മുടെ പണ്ട് മാനുഷാദാന്ന് കാട്ടാളനോട് മാമുനി പറഞ്ഞില്ലേ, ഇത് തന്നെ. ഇതിപ്പം നേരെ മറിച്ചാണ്. മാമുനിയാണ് മറ്റേ അമ്പയെ തൊടുക്കാനായിട്ട് നിൽക്കുന്നത്. കാട്ടാളൻ പറയുകയാണ് മാനുഷാദാന്ന്. നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പം മാമുനിയാണല്ലോ, ധ്യാനത്തിന് ഇരിക്കാൻ പോയിരിക്കല്ലേ. ആ മാമുനിയാണ് ഒരു മാന്യ വ്യക്തിത്വത്തെ അവഹേളിച്ചിട്ട് ധ്യാനം ഇരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ എങ്കിലോട്ട് കിടക്കാം.
കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ മഹർഷിയോട് വേടം പറയാണ് മാനുഷാദെന്ന്.